എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. സംസ്ഥാനത്ത് ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. കോൺഗ്രസിന്റെ താരം രമേശ് പിഷാരടി, മുതിർന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രനും LDFിലെ NAR റസാഖും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. അതിൽ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ വിവാദങ്ങളെല്ലാം മറികടന്ന് UDF സീറ്റ് നിലനിർത്തുമെന്നാണ് സി വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ പ്രവചനം. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ 3959 വോട്ടിനാണ് NDAയിലെ E ശ്രീധരനെ തോൽപ്പിച്ചത്. ഷാഫി MP ആയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,724 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തി. വമ്പൻ പോരാട്ടങ്ങൾ നടക്കുന്ന പാലക്കാട് ജില്ലയിൽ ഇക്കുറിയും LDFിനാണ് വ്യക്തമായ മേൽക്കൈ. ഇവിടത്തെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 മുതൽ 10 വരെ ഇടതുമുന്നണി പിടിക്കുമെന്നാണ് പ്രവചനം. UDFിന് 2 മുതൽ 4 സീറ്റ് വരെ ലഭിച്ചേക്കാം. NDAക്ക് വിജയസാധ്യത ഇല്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം BJPക്ക് വലിയ പ്രതീക്ഷ പകർന്നിരുന്നു. വോട്ട് വിഹിതത്തിൽ LDFും UDFും തമ്മിൽ 2% വ്യത്യാസമുണ്ട്. LDFിന് 38%, UDFിന് 36%, 19% NDAക്ക് പ്രതീക്ഷിക്കുന്ന വോട്ട് വിഹിതം. സ്വതന്ത്രരും മറ്റ് കക്ഷികളും 7% വോട്ട് നേടുമെന്നും സർവേ പറയുന്നു. മന്ത്രി MP രാജേഷ് വീണ്ടും ജനവിധി തേടുന്ന തൃത്താലയിൽ ഇക്കുറി LDFിന് കാര്യങ്ങൾ ഈസിയാവില്ലെന്നാണ് പ്രീ പോൾ സർവേ ഫലം. കഴിഞ്ഞ തവണ രാജേഷ് തോൽപ്പിച്ച VT ബൽറാമിന് ഇക്കുറി നേരിയ വിജയസാധ്യത ഉണ്ടെന്ന് സി വോട്ടർ പ്രവചിച്ചിരുന്നു. V ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃത്താലയിൽ MP രാജേഷ് VT ബൽറാമിനെ കീഴടക്കിയത്. ഒറ്റപ്പാലം ഇടത് കോട്ടയായി തുടരുമെന്നാണ് സി വോട്ടർ സർവേ പ്രവചനം. 2021 15,152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ച മണ്ഡലത്തിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. CPM മുൻ നേതാവ് PK ശശി UDF സ്വതന്ത്രനായി അരങ്ങേറിയത് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാനിടയില്ലെന്ന് സർവേ ഫലം. ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള ഡോക്ടർ P സരീനായിരുന്നു 2021 ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. സംവിധായകനും നടനുമായ മേജർ രവിയാണ് ഇക്കുറി NDAക്ക് വേണ്ടി രംഗത്തുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.